അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് ശേഷം ഇന്ന് തൊട്ട് നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് സേമിയ എഗ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ സേമിയ എടുത്തിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് കാണുന്ന ഒരുപാട് പേര് കാണുമല്ലോ, അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അത് മാത്രമല്ല, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് അധികം താമസമോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ സേമിയ എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നമ്മൾ വറുത്ത സേമിയാണെന്നുണ്ടെങ്കിൽ ചൂടാക്കി എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. വറുക്കാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇതേമാതിരി വെളിച്ചെണ്ണയും പിന്നെ നെയ്യും ഒന്നും ചേർക്കാതെ വേണം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സേമിയ എടുത്ത ആ ഒരു പാത്രത്തിന് തന്നെ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സേമിയ നമ്മൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പുനീര് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ സേമിയയിൽ ഉപ്പിൻ്റെ ചേരുവ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, സേമിയ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കണമെന്നുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കണം. എന്നിട്ട് നല്ലതുപോലെ ചട്ടുകം കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഈ ഒരു ചെറിയ ഒരു അരിപ്പയിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അരിപ്പയിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ആദ്യത്തെ കൊഴുപ്പ് മാതിരിയുള്ള വെള്ളമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 തവണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി നമ്മൾ എടുക്കുമല്ലോ, അതേമാതിരി ഒന്ന് റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം നല്ല തുറുതുറായിരിക്കുകയും ചെയ്യും, തമ്മിൽ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല, നല്ല രീതിക്കൊന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടുള്ളത്. പിന്നെ ഈ ഒരു സേമിയ എഗ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കുഞ്ഞടപ്പിന് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ശകലം സൈഡൊക്കെ ഒന്ന് വെന്ത് വന്ന് ഇത്തിരി ഒന്ന് കട്ടിയായി വരുമ്പോഴത്തേക്ക് തന്നെ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുരുമുളകിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്, ഉപ്പ് വെള്ളം. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ചട്ടുകം കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പും കുരുമുളകൊക്കെ മൊത്തത്തിലൊന്ന് ഈ മുട്ടയിൽ പിടിച്ച് കിട്ടണമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ വറുത്ത് മാറ്റി എടുത്തിട്ട് വേണം ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് ബാക്കിയുള്ള ചേരുവയെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് ഈ ഒരു ബിരിയാണിയൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ നേരത്തെ മുട്ട വറുത്ത് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാലയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിൽ ഒരു സവോള ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. വലിയ സവോള ആണെങ്കിൽ ഒരെണ്ണം, ചെറിയ സവോള ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചേ എടുത്തിട്ടുള്ളൂ, അത്ര മാത്രം മതിയേ. അപ്പോൾ അതൊന്ന് ചതച്ച് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് അങ്ങ് വഴറ്റി കിട്ടത്തക്ക രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിൽ നമുക്ക് കടിക്കത്തക്ക രീതിയിൽ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വേണം എടുക്കാനായിട്ടുള്ളത്. ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ബീൻസ് കട്ട് ചെയ്ത് അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഇവിടെ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ക്യാരറ്റാണ് എടുത്തിരുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലിനി കുറച്ച് ഉപ്പുനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ മുട്ട വറുത്തതിലും സേമിയ വേവിച്ചെടുത്തപ്പോഴും അതിൽ കുറേശ്ശെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് വേവിച്ച് വെക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഉപ്പ് ചേർത്ത് വേവിച്ച് അങ്ങനെ മാറ്റി വെച്ചിട്ടല്ലേ നമ്മൾ ഈ ഒരു ബിരിയാണി വെച്ചെടുക്കുന്നത്. പിന്നെ ഈ സേമിയ എഗ് ബിരിയാണി നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ഇതിൽ ക്യാപ്സിക്കം ചേർക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഇവിടെ ഒരെണ്ണം ഇരുന്നതിനെ കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ചേർത്തന്നേ ഉള്ളൂ. പിന്നെ പച്ചക്കറി മേടിക്കാൻ കടയിൽ കയറിയപ്പോഴത്തേക്ക് 2 എണ്ണം ഞാൻ മീനിലിടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. മീനൊക്കെ നമ്മൾ വെക്കുമ്പോഴത്തേക്ക് അയല മീനൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ മത്തി അങ്ങനെയുള്ള മീനൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് അതിൽ ക്യാപ്സിക്കം തക്കാളിക്ക് പകരം ഇട്ട് കൊടുത്താൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 എണ്ണം കടയിൽ കയറിയപ്പോൾ ഇരിക്കുന്ന കണ്ടതിനെ കൊണ്ട് ഞാനൊന്ന് മേടിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അടച്ച് വെച്ച് ആദ്യത്തെ ഒരു ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടുകം വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ പൊടി എടുക്കുന്നത് 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് എടുത്തിരിക്കുന്ന അതേ സ്പൂണിൻ്റെ അളവിൽ തന്നെയാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പെരുംജീരകം ഇത്തിരി എടുത്തിട്ടുള്ളൂ. അപ്പോൾ പെരുംജീരകം കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എടുത്തിരുന്ന മസാല എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടുകം കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളി സോസൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ഇവിടെ മേടിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നാരങ്ങയാണ് കട്ട് ചെയ്ത് അതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ചട്ടുകം കൊണ്ട് ഇളക്കി കൊടുക്കണം. നേരത്തെ ഇട്ടിരുന്ന പെരുംജീരകം, കുരുമുളക്, മല്ലിപ്പൊടി അതിൻ്റെയൊക്കെ മസാല മൊത്തത്തിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അടുക്കി പിടിക്കാതെ വേണം തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി എടുക്കാനായിട്ടുള്ളത്. പിന്നെ നേരത്തെ നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കൊഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സേമിയ ചേർത്ത് കൊടുത്തിട്ട് ചട്ടുകം കൊണ്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി ഈ മസാല മൊത്തത്തിലൊന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ മുട്ട വെച്ചിട്ടാണല്ലോ ഈ ഒരു എഗ് ബിരിയാണി നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ടയ്ക്ക് പകരമായിട്ട് ഇപ്പോൾ ചിക്കൻ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ പൊടിയാ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കാനായിട്ടൊക്കെ പറ്റും.
അപ്പോഴും നമ്മൾ സേമിയ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മല്ലിയില ഇടുവാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല. കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ മല്ലിയില വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോഴും നമ്മൾ സേമിയ എഗ് ബിരിയാണി നല്ലതുപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ബിരിയാണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സലാഡ് അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ സലാഡ് അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിക്കാനായിട്ടാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇപ്പോൾ കറി കൂട്ടാതെ നമ്മളിപ്പോൾ ഇതുപോലെ സേമിയ എഗ് ബിരിയാണി വെച്ചിട്ട് വെറുതെ ഇങ്ങനെ കോരി കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റൊന്നും നമുക്കിതിന് കിട്ടത്തില്ലേ. അതും കൂടെ ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ പറഞ്ഞതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ അത്രയും ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. അല്ലാതെ നമ്മൾ കറി കൂട്ടി ഇപ്പോൾ സലാഡ് അല്ലെങ്കിൽ ചിക്കൻ കറി അതൊക്കെ വെച്ചിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ വീട്ടിൻ്റെ മുറ്റം വീട്ടിൻ്റെ ബാക്ക് സൈഡ് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും അങ്ങ് കാട് പിടിച്ച് കിടക്കുമായിരുന്നേ. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഒരാളിനെ നിർത്തിയിട്ട് കുറച്ച് കാടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ദിവസം നിർത്തിയിട്ടാണ് എടുത്തത്. ഇതിപ്പോൾ നമ്മളെ ഓണർ ആളിനെ നിർത്തിയിട്ട് കംപ്ലീറ്റ് കാടൊക്കെ എടുത്ത് ഒരുവിധമുള്ള മരങ്ങളൊക്കെ കോതി നല്ല വൃത്തിയാക്കി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ചോറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരി അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോഴിതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കുക്കിങ്ങിൻ്റെ വീഡിയോയും നമ്മളെ വീട്ടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ ഒന്ന് കാണിച്ച് തരണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങൾ 2 പേരും ഉണ്ട്. പിന്നെ നമ്മൾ ആരെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി പോവുകയാണെങ്കിൽ മണി അപ്പോഴും തന്നെ കസേര കയറിയിരിക്കുക. ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് എണീക്കണമെന്ന് നോക്കിയിരിക്കുകയാണ് ഇവൻ. പിന്നെ ഇവൻ്റെ പേര് മണിയനെന്നും അവളെ പേര് മിന്നു എന്നാണ്. അവളുടെ അമ്മയുടെ പേര് തന്നെയാണ് മിന്നു എന്ന് അവൾക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.